എന്നെ ആരാണോ ഈ നാട്ടിൽ നിന്ന് ചവിട്ടി ഓടിച്ചത് അത് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. ആ വ്യവസായങ്ങൾ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞ 21 ഇടത് സർക്കാർ എന്നെ തെലങ്കാനയിലേക്ക് ചവിട്ടി ഓടിച്ചിട്ട് അവിടെ 50,000 തൊഴിലുകളാണ് എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. അത് കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, കേരളത്തെ ഒരു വികസിത കേരളമാക്കി മാറ്റുക, വ്യാവസായിക സംസ്കാരം ഇവിടെ കൊണ്ടുവരിക, നമ്മുടെ യുവാക്കൾക്ക് നാട് വിട്ടു പോകേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന NDA അടക്കം ഇതിന്റെ ലക്ഷ്യം. ഇത്തവണ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും LDFും UDFും സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നത് 2020 മത്സരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ്. അരിവാൾ ചുറ്റിയും ഉണ്ടായിരുന്നില്ല, കൈപ്പത്തിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ എത്രത്തോളം ലജ്ജാകരമായിട്ട് എത്രത്തോളം അവര് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങളെ 89 സീറ്റുകൾ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 2 പഞ്ചായത്തുകള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും പുതുതായിട്ട് 2 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനും 2 പഞ്ചായത്തുകൾ നിലനിർത്താനും ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളെ സീറ്റുകളുടെ കാര്യത്തിൽ 10% ഉയർച്ച കൊണ്ടുവരാൻ സാധിച്ചു. വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങൾക്ക് 3% കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോ തകർക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് 2020 വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു സംഭവമാണ് ഞങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങള് എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. കുറെ മാസമായിട്ട് പറഞ്ഞു, ഇതുവരെ നടന്ന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഈ ഇലക്ഷൻ വരാൻ പോകുന്നു. ഇത് നിർണായകമായ ഇലക്ഷനാണ്. നമ്മൾ എത്രയോ തവണ ഈ UDFും LDFനും മാറി മാറി ഭരിച്ച വിവാദ രാഷ്ട്രീയം കണ്ടതാണ്. അവരുടെ ഇക്കണോമിക് പോളിസീസ് ഒരു ഫെയിൽഡ് പോളിസീസ് ആണ്. 10 കൊല്ലം ഭരിച്ച LDF നാടിനെ നശിപ്പിച്ചു. അതിനു മുമ്പ് 2016 ജനങ്ങള് UDFനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണ് അത് ആരും മറന്നിട്ടില്ല. അപ്പൊ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ NDAക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും. NDA മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരും എന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വാസം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ LDFും UDFും കൂടാതെ വെൽഫെയർ പാർട്ടി, PDP, SDPI അങ്ങനെ 25 രാഷ്ട്രീയ പാർട്ടികള് ചേർന്നൊരു സഖ്യമുണ്ടാക്കി, ജനകീയ മുന്നണി. അവരങ്ങനെ 25 പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഞങ്ങൾ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം അവര് ഞങ്ങളെ നേരിട്ടത്.